ഭോജ്പൂർ ഗ്രാമത്തിൽ ഒരാളുടെ പേര് വളരെ പ്രബലമാണ്, പീട്ടൂറാം. അദ്ദേഹം രാജാവുമല്ല മന്ത്രിയുമല്ല. പക്ഷേ കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലോ പേട്ടൂറാമിന്റെ മുൻപിൽ എല്ലാരും വന്നിക്കും. പേട്ടൂറാമിന് ആഹാരം മാത്രമാണ് ഇഷ്ടം. വിശപ്പുണ്ടോ വിശപ്പില്ലയോ, അദ്ദേഹത്തിന്റെ നാക്കിന് എന്തെങ്കിലും ഒരു ആഹാരം വേണം. എന്റെ പൊന്നോ, ഈ പഴം വളരെ രുചിയായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാതെ പോയാൽ അത് എന്നെ തെറ്റായി വിചാരിക്കും. ഞാൻ ഇപ്പോൾ ചെന്ന് അത് കഴിക്കാൻ പോകുന്നു. ഇതാണ് പേട്ടൂറാമിന്റെ സ്വഭാവം. അദ്ദേഹം ആരെങ്കിലും ഒരാളോട് പോലും ദേഷ്യപ്പെടും. പക്ഷെ ആഹാരത്തിനോട് ദേഷ്യപ്പെടുക എന്നത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ തന്നെ ഇല്ലാത്തതാണ്. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാം, ഉച്ചയ്ക്ക് എവിടെ നിന്നെങ്കിലും കിച്ചടി, വൈകുന്നേരം സമൂസ, പിന്നെ രാത്രി പൊറോട്ട. ഇങ്ങനെയാണ് പേട്ടൂറാമിന്റെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആഹാരം കഴിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷേ കാര്യം അത്ര മോശമായി. നമ്മുടെ പേട്ടൂറാം ഉണ്ടല്ലോ, കഴിച്ചതിനു ശേഷം കാശ് നൽകില്ല. ഇവിടെ നോക്കൂ പേട്ടൂറാം, എവിടെ പോയി? എവിടെന്ന് വെച്ചാൽ ജോലിക്കാണ്, ജോലിയും ചെയ്യണമല്ലോ. ശരി ശരി, അതെല്ലാം ശരി. പക്ഷേ നീ കഴിച്ച സമോസയ്ക്ക് പൈസ തരണമല്ലോ. എന്താ കിഷൻ കളിക്കുന്നു? എടാ, നമ്മൾ ഒരേ ഗ്രാമത്തിലെ ആൾക്കാരാണ്. അങ്ങനെ ഉള്ളപ്പോൾ നിന്റെ അനിയനോട് പൈസ ചോദിച്ചാൽ നന്നായിരിക്കുമോ? അതിലെന്താ തെറ്റാണ്? നന്നായിരിക്കും, എനിക്ക് നന്നായിരിക്കും. ആദ്യം എന്താ പൈസ താ. അല്ല അല്ല കിഷൻ ചേട്ടാ, കഴിച്ചതിന് ചേട്ടന്റെ അടുത്ത് പൈസ കൊടുക്കണോ? ഇത് എനിക്ക് ശരിയായി തോന്നിട്ടില്ല. ശരി ചേട്ടാ, ഞാൻ പോകുന്നു. അല്ല, പേട്ടൂറാമിന്റെ പ്രവൃത്തിക്ക് അതിരുകളില്ലാതെയായി. സ്വഭാവത്തിൽ ശാന്തനായ ആൾ, വളരെ ശാന്തനായി സംസാരിക്കുന്ന ആളായിരുന്നിട്ട് പോലും പേട്ടൂറാമിന്റെ സ്വഭാവം കാരണം ജനങ്ങൾ വിഷമത്തിലായി. അദ്ദേഹം എവിടേക്ക് ചെന്നാലും അവിടെ എന്തെങ്കിലും കഴിക്കും. അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ജനങ്ങൾക്ക് വളരെ ശല്യമായി മാറി. ചേട്ടാ ചേട്ടാ, ദേ നോക്കൂ. ചേടാ, പതുക്കെ വിളിക്കുമായ, എന്തിനാ ഇത്ര നിലവിളിക്കുന്നു? അതെ, ആ പേട്ടൂറാം ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ കടയിലേക്കാണ് വരുന്നത്. ഇപ്പോഴതിലെന്താ? അതിനെന്താണ്, അയാളുണ്ടല്ലോ രാക്ഷസനാണ്, രാക്ഷസൻ. ഇന്നലെ എന്തുണ്ടായെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞിന് ആഹാരം നൽകുകയായിരുന്നു. ആ തടിയൻ പേട്ടൂറാം മൊത്ത പാത്രത്തിലും ഹെച്ചെന്ന് തുമ്മി എല്ലാ സേമിയയും വിഴുങ്ങി. ഇതൊക്കെ ചെയ്തിട്ട് എന്തു പറഞ്ഞെന്നറിയാമോ? എന്നോട് ക്ഷമിക്കണമെന്ന്. അതെന്താണെന്നാൽ, നിങ്ങളുടെ മകന് ആ സേമിയ ഇഷ്ടമായില്ല, അതെന്തിനു വെറുതെ കളയണം, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചെന്ന് പറയുന്നു. അയ്യോ അയ്യോ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ശരി ശരി, വിട്ടേക്ക്, അവൻ തിരുത്താൻ പോകുന്നില്ല. അദ്ദേഹം നന്നായില്ലെങ്കിൽ എന്താ, പക്ഷേ ദിവസവും ഇതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ വീട്ടിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഞാൻ തീരുമാനമായി പറയുകയാണ്, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. പെട്ടെന്ന് നമ്മുടെ കട മൂടിയേക്കാം, എവിടെയെങ്കിലും മറഞ്ഞിരിക്കാം, വേഗം. ശരി ശരി, മൂടുന്നു മൂടുന്നു. പതുക്കെ പതുക്കെ പേട്ടൂറാമിനെ കുറിച്ചുള്ള പേടി ഗ്രാമം മുഴുവൻ പകരാൻ തുടങ്ങി. ജനങ്ങൾ അയാളെ കണ്ടതും തന്നെ കടകൾ മൂടാൻ തുടങ്ങി. പക്ഷെ ആ പേട്ടൂറാം എങ്ങനെയെങ്കിലും ആരെങ്കിലും പിടിക്കും, പിന്നെ തന്റെ വയറ്റിനുള്ള പൂജയും ചെയ്തു കഴിയും. ഒരു ദിവസം ഒരു വലിയ കാര്യമുണ്ടായി. പേട്ടൂറാമിന് സ്വീറ്റ് കഴിക്കണമെന്ന ആഗ്രഹം അതിരുകളില്ലാതെ വന്നു തുടങ്ങി. അദ്ദേഹം തന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സ്വീറ്റ് ബോക്സും ഒറ്റ തവണ കൊണ്ട് കഴിച്ചു. പിന്നെ വലിയൊരു ഏപ്പം വിട്ടിട്ട് അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, പൂർത്തിയായി പോയി, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്താ ഇത്, എന്റെ വിശപ്പ് ഇനിയും കൂടിക്കൊണ്ടേ പോകുന്നു. ഞാൻ സ്വീറ്റ് കളിക്കണം. ശരി, ജോലി ചെയ്യണം പേട്ടൂറാം. എന്തെങ്കിലും കണ്ടുപിടിച്ച് നിന്റെ ആത്മയ്ക്ക് ശാന്തി കൊടുക്ക്, ചെല്ലു. എന്റെ ദൈവമേ, പേട്ടൂറാം വീട്ടിലുള്ള എല്ലാ സ്വീറ്റ് ബോക്സും കാലിയായതിനു ശേഷം പോലും അദ്ദേഹം തോൽവി സമ്മതിച്ചില്ല. തന്റെ വയറ്റിലെ ആത്മാവിന് ശാന്തി നൽകാനായി വീട് മുഴുവൻ തേടി നോക്കി. പാത്രങ്ങൾ തുറന്നു നോക്കി, അലമാര തുറന്നു നോക്കി, ഒന്നും തന്നെ കിട്ടിയില്ല. ഷടാ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ശരിക്കും എല്ലാം പൂർത്തിയായി പോയി. ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ കിഷന്റെ കടയിലേക്ക് പോകുന്നു. അവിടെ തീർച്ചയായും എന്തെങ്കിലും ഒന്ന് കിട്ടും. പാവം പേട്ടൂറാം, അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് അറിയുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ വിശപ്പ് മാറിയതുപോലെ തോന്നുന്നില്ല. ഉടനെ അദ്ദേഹം കിഷന്റെ കടയിലേക്ക് ഓടി. പക്ഷേ പാവം, കിഷന്റെ കട ഇന്നും മൂടിയിരിക്കുകയായിരുന്നു. അദ്ദേഹം വിഷമിച്ചു. പക്ഷെ അദ്ദേഹം തോൽവി സമ്മതിച്ചില്ല. അദ്ദേഹം മറ്റുള്ള കടകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ പേട്ടൂറാം കാശ് നൽകാത്തത് കാരണം എല്ലാരും അദ്ദേഹത്തെ തുരത്തിവിട്ടു. ഇപ്പോൾ ടയേർഡായി വിശപ്പോടെ മോശമായ കാര്യം എന്താണെന്നാൽ സ്വീറ്റ് കിട്ടാതെ ഇരുന്നു. പാവം പേട്ടൂറാം വളരെ തളർന്ന അവസ്ഥയിൽ വയലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കരഞ്ഞു. അവസാനം എനിക്ക് എന്താ പറ്റിയത്?
ഞാൻ അത്രയും മോശോ? എനിക്ക് എവരും സ്വീറ്റ് കൊടുക്കുന്നില്ല. ഞാൻ ശരിക്കും അത്രയും കഴിക്കുന്നോ എന്തോ? ഇല്ല, ഞാൻ അത്രയും ഒന്നും കഴിക്കുന്നില്ല. പിന്നെ എന്തിനാ എല്ലാവരും എന്നെ പറഞ്ഞയക്കുന്നു? ഞാനും മനുഷ്യനല്ലേ. എല്ലാവർക്കും എങ്ങനെ വിശക്കുന്നു അങ്ങനെ തന്നെ എനിക്കും വിശക്കുന്നു. അങ്ങനെ കുറച്ച് അധികമായിട്ട് ഭക്ഷിച്ചാലും അതിലെന്താ പ്രശ്നം? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോൾ തന്നെ സ്വീറ്റ് കളിക്കണം. ഞാൻ എന്ത് ചെയ്യും? പേട്ടൂറാം തന്റെ വയറിനെ കുറിച്ച് ചിന്തിച്ചും വിശപ്പിനെ കുറിച്ച് ചിന്തിച്ചും കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അപ്പോഴാണ് മിന്നലിടിക്കുന്ന ശബ്ദം കേട്ടത്. പിന്നെ പുകയിൽ നിന്നും ഒരു ജിൻ പ്രത്യക്ഷപ്പെട്ടു. ചേടാ, നീ എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നു? കാരണം ഞാൻ സ്വീറ്റ് കഴിക്കണം. എന്താ ഇത്? ജിന്നോ? നീ ശരിക്കും ഇവിടെ ഉണ്ടോ? അതെ, ഞാൻ ശരിക്കും ഇവിടെ ഉള്ളത്. എന്റെ പേര് ജിൻ മിസ്ത്രി ലാൽ. പറയൂ, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. ശരിക്കോ? എന്ന് വെച്ചാൽ ശരി, ഒരു തട്ട് നിറച്ച് മാൽപ്പുവ വേണം, വേറെ ഒന്നും വേണ്ട. പേട്ടൂറാം പറഞ്ഞത് കേട്ടിട്ട് ജിൻ ചിരിച്ചു. കാറ്റത്ത് തന്റെ തടി ചുറ്റിക്കൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, കടലമാവിന്റെ രഹസ്യം, പഞ്ചസാരന്റെ ഇനിപ്പ്, പശുവിന്റെ നെയ്, പിന്നെ ബാദാം മിക്സ്, വെള്ളി മഞ്ഞ് കട്ടി, റോജയുടെ കളറ്, ഇതോ വന്നു മാന്ത്രിക മാൽപ്പോവ. കുറച്ചു സമയത്തിനകം ആ ജിൻ പേട്ടൂറാമിന് മുൻപിലായി മാൽപ്പൂവയുണ്ടാക്കി. അത് സ്വർണ്ണത്തട്ടിൽ അലങ്കരിച്ചതുപോലെ ആയിരുന്നു. അത് കണ്ടതും പേട്ടൂറാമിന്റെ വായിൽ സലൈവ വരാൻ തുടങ്ങി. ഷടാ, ഈ മാൽപ്പൂവ വളരെ രുചിയായിരിക്കുമെന്ന് തോന്നുന്നു. ഞാനിത് കഴിക്കട്ടെ? തീർച്ചയായും കഴിക്കൂ. ജിൻ ശരിയെന്ന് പറഞ്ഞതും തന്നെ പേട്ടൂറാം മാൽക്കോവ കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ വായെടുത്ത് കഴിച്ചതും തന്നെ അദ്ദേഹം മന്ത്രിക്കപ്പെട്ടതുപോലെ ആയി. പക്ഷെ വിചിത്രമായ കാര്യം എന്താണെന്നാൽ, ഒരു പ്ലേറ്റ് മുഴുവൻ കഴിച്ചിട്ടും പേട്ടൂറാമിന്റെ വയറ് നിറഞ്ഞില്ല. അദ്ദേഹം 1 അല്ല 2 അല്ല 10 അല്ല 50 മുകളിൽ പ്ലേറ്റുകൾ കാലിയാക്കി. പിന്നെ അദ്ദേഹം വീണ്ടും കഴിക്കാൻ ആഗ്രഹിച്ചു. പേട്ടൂറാമിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ജിൻ തന്നെ ഞെട്ടിപ്പോയി. നീ എന്താ മനുഷ്യനോ ഇല്ലേ ഭക്ഷണ മൃഗമോ? പക്ഷേ പേട്ടൂറാം നിർത്തിയതേയില്ല. ഇപ്പോഴാണ് ശരിക്കും സ്വീറ്റ് കഴിക്കുന്ന രുചി കിട്ടിയിട്ടുണ്ട്. പാവം ജിൻ ആകെ വിഷമത്തിലായി. മാന്ത്രിക പാത്രങ്ങളുടെ വേഗവും കുറയാൻ തുടങ്ങി. ആകെ ജിൻ വിഷമിച്ച് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ നിനക്ക് വരം തരുന്നു. നിനക്ക് വേണ്ടി മാൽപ്പുവ മഴ പൊഴിയാൻ പോകുന്നു. നിനക്ക് എത്രയും വേണോ അത്രയും മാൽപ്പുവ കഴിക്കൂ. എന്ത് നേരാണോ? ഇപ്പോൾ അദ്ദേഹം കഴിക്കാൻ കണക്കില്ലാത്ത മാൽക്കോവെ വരാനിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തറിയാം, ഈ രുചിയുള്ള മഴ ഒരു രുചിയുള്ള വെള്ളമായി മാറാൻ പോവുകയാണെന്ന്. ആ ജിൻ മാന്ത്രിക തടി ചുറ്റിയതും തന്നെ മേഘത്തിൽ ഇടിയിടിക്കാൻ തുടങ്ങി. പക്ഷെ ആ മേഘത്തിൽ നിന്നും മഴയല്ല, മാൽക്കോവെ പെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ പേട്ടൂറാം വായ തുറന്നുകൊണ്ട് മാൽക്കോവെ അത്രയും വിഴുങ്ങി. പക്ഷെ കുറച്ചു സമയത്തിനകം ആ ഗ്രാമം മുഴുവൻ മാൽക്കോവെ കൊണ്ട് നിറഞ്ഞു. എല്ലാ വശത്തും മഴ പോലെ മാൽക്കോവ പെയ്തു. ഈ വിചിത്രമായ അവസ്ഥ കണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചുപോയി. ചേടാ, ഇവിടെ എന്താ സംഭവിക്കുന്നു? ഈ മാൽപ്പുവ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? പെട്ടെന്ന് തന്നെ മാൽക്കോവയുടെ വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമത്തിലെ ജനങ്ങൾ ആ മധുരമുള്ള മഴയിൽ മുങ്ങാൻ തുടങ്ങി. പിന്നെ മറ്റൊരു വശത്ത് പേട്ടൂറാമും കഴിച്ച് ആകെ തളർന്നുപോയി. ഇപ്പോൾ അദ്ദേഹവും ആ മധുരമുള്ള വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. ആ മാൽക്കോവയുടെ മഴയും നിന്നില്ല, ആ വെള്ളവും കുറയുന്നത് പോലെ തോന്നിയില്ല. അപ്പോഴാണ് തളർന്ന അവസ്ഥയിൽ പേട്ടൂറാം വാഗൊണ്ട് പറഞ്ഞത്, മതി മതി, ഇതിന് മുകളിൽ വേണ്ട. ദൈവമേ, എന്നെ രക്ഷിക്കൂ. ഇതിന് മേലെ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഏ ജിൻ, എന്റെ ദൈവമേ, ഞാൻ വാക്ക് തരുന്നു, ഇനി ഞാൻ കുറച്ച് തന്നെ കഴിക്കും. മറ്റുള്ളവരുടെ കാശിനെ ഞാൻ തിരിച്ചു തന്നേക്കും. അവരെ ഞാൻ കഷ്ടപ്പെടുത്തില്ല. ഇനി ഞാൻ അത്യാഗ്രഹം കൊണ്ട് ഏതും ചെയ്യില്ല. ദയവായി ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഒരു വിധത്തിൽ പേട്ടൂറാം ഒരു പാഠം പഠിച്ചു. പിന്നെ ജിന്നിന്റെ ലക്ഷ്യവും നിറവേറി. അപ്പോഴാണ് ഭയങ്കരമായ ഒരു മിന്നൽ വന്നത്. പേട്ടൂറാം തന്റെ കണ്ണു തുറന്നു. അദ്ദേഹം ഉറങ്ങുകയായിരുന്നു, വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. ഇതെന്താ സ്വപ്നമോ? അദ്ദേഹം എണീറ്റ് പുറത്തുപോയി. ആകാശം നല്ല തെളിഞ്ഞിരുന്നു. പക്ഷെ ആ സ്വപ്നം കണ്ടതിന് ശേഷം പേട്ടൂറാം മുഴുവനായി മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് വിശക്കാറില്ല. ആദ്യമായി ശാന്തനായിരുന്നു. ഒരു വിധത്തിൽ തന്റെ തെറ്റുകൾ അദ്ദേഹം സമ്മതിച്ചു. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അവരുടെ കാശ് തിരിച്ചു നൽകി അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു.